നാട്ടില് വാഹനമുള്ള പ്രവാസികൾ അടക്കമുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. മാർച്ച് 1 മുതൽ നമ്മുടെ RC ബുക്കുകൾ ഡിജിറ്റൽ ആവുന്ന കാര്യം ഇതിനൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അതിന് മുൻപ്, അതായത് ഫെബ്രുവരി 28-നകം RC ബുക്കുമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. അതായത് ആധാറും നമ്മുടെ മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, അതേ മൊബൈൽ നമ്പർ ആയിരിക്കണം RC ബുക്കുമായും ലിങ്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഓൺലൈനായി ലിങ്ക് ചെയ്യാം, പരിവാഹൻ വെബ്സൈറ്റിൽ കയറി, അല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ വഴിയും നിങ്ങൾക്ക് ലിങ്ക് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന ഓരോ അപ്ഡേറ്റുകളും നമ്മുടെ മൊബൈലിലേക്ക് കിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ്. ഉദാഹരണത്തിന്, നമ്മുടെ വാഹനത്തിന് ഒരു ഫൈൻ കിട്ടി എന്നുണ്ടെങ്കിൽ ആ ഫൈനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരേണ്ടത് നമ്മുടെ മൊബൈലിലേക്കാണ്. അപ്പൊ അത് കിട്ടാതെ വരും. അപ്പൊ എന്തായാലും ഈ ഒരു മാറ്റമാണ് വരാൻ പോകുന്നത്. മൊബൈൽ നമ്പർ ഫെബ്രുവരി 28-നകം ലിങ്ക് ചെയ്യാൻ മറക്കരുത്, നാട്ടിൽ വാഹനമുള്ള ഓരോ RC ഉടമകളും. മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റ് ഇതടക്കം ഒരുപാട് പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ RC ബുക്കുകൾ ഇനി പ്രിന്റ് എടുത്തൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല, അത് ഡിജിറ്റലായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം. വാഹനം വാങ്ങിയാൽ മണിക്കൂറുകൾക്കകം രജിസ്ട്രേഷൻ പൂർത്തിയാക്കി നമുക്ക് ഈ RC ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന മാറ്റമാണ്. RC ബുക്കുകളുടെ രൂപവും മാറുകയാണ്. ATM കാർഡിന്റെ മാതൃകയിൽ RC ബുക്കുകൾ നമ്മുടെ നാട്ടിൽ മാറുകയാണ്. അങ്ങനെ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, ഫെബ്രുവരി 28-നകം RC ബുക്കുമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാൻ മറക്കണ്ട. പരിവാഹൻ വെബ്സൈറ്റിൽ കയറി ഓൺലൈനായോ അക്ഷയ സെന്ററുകൾ വഴിയോ ലിങ്ക് ചെയ്യാൻ മറക്കണ്ട.